നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം. കേസെടുത്ത പോലീസ്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. ചോദ്യം ചെയ്യലിന് എത്താൻ പോലീസ് ആശാവർക്കർമാർക്ക് നോട്ടീസ് നൽകി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 3 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാരുടെ സമരം. അതിനിടെ സമരത്തെ തള്ളി ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു പ്രതികരണം. കഴിഞ്ഞ വർഷവും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ബജറ്റിലും അവരെ പ്രത്യേകം പറയുമെന്ന് വിചാരിച്ചാണ് ഇവർ സമരം ചെയ്യുന്നത്. എന്നാൽ ആശാവർക്കർമാർ സ്കീം വർക്കറാണ്. അവർക്ക് ഏറ്റവും നല്ല ശമ്പളം നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്നായിരുന്നു ബാലഗോപാൽ പറഞ്ഞത്. തോമസ് കെ തോമസ് MLA NCP സംസ്ഥാന അധ്യക്ഷനാകും. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. പ്രഖ്യാപനം പിന്നീടുണ്ടാകും. സംസ്ഥാന NCPയിലെ പ്രശ്നങ്ങൾ തീർക്കുകയെന്ന ഉദ്ദേശത്തോടെ നേതാക്കളെ ശരത് പവാർ മുംബൈയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഈ യോഗത്തിലാണ് അധ്യക്ഷ പദവി സംബന്ധിച്ച തീരുമാനമായത്. മന്ത്രി AK ശശീന്ദ്രൻ, PC ചാക്കോ, തോമസ് കെ തോമസ് MLA എന്നിവരെയായിരുന്നു മുംബൈയിലേക്ക് വിളിപ്പിച്ചത്. തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കണമെന്നതായിരുന്നു PC ചാക്കോ അനുകൂലികൾ ഒഴികെയുള്ളവരുടെ ആവശ്യം. മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ AK ശശീന്ദ്രനൊപ്പം ചേർന്ന് ആ വിഭാഗത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു തോമസ് കെ തോമസും. PC ചാക്കോ രാജിവെച്ചതോടെയാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. ഓട്ടോറിക്ഷ മറിഞ്ഞ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഫോർട്ട് കൊച്ചി വെളിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പള്ളുരുത്തി സെന്റ് അലോഷ്യസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദർശനയാണ് മരിച്ചത്. നാളെ 10ാം തരം ICSE പരീക്ഷയായതിനാൽ ഓട്ടോറിക്ഷയിൽ ട്യൂഷന് പോവുകയായിരുന്നു. ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഓട്ടോറിക്ഷ മറിയുകയും അടിയിൽപ്പെട്ട് ദർശന മരിക്കുകയുമായിരുന്നു. ദർശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. CITU പ്രവർത്തകന്റെ കൊലപാതകം. ആയുധങ്ങൾ സഹിതം മുഖ്യപ്രതി പിടിയിൽ. പെരുനാട് കൊലപാതകത്തിലെ പ്രതികളെ ആയുധങ്ങൾ സഹിതം പിടികൂടി. മുഖ്യപ്രതി വിഷ്ണുവാണ് പിടിയിലായത്. നൂറിനാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കൂട്ടുപ്രതികളും പിടിയിലായെന്നാണ് സൂചന. ജിതിനെ കൊലപ്പെടുത്തിയത് BJP RSS പ്രവർത്തകരെന്ന് CPM ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളിയ BJP ജില്ലാ നേതൃത്വം പ്രതികൾ CPM DYFI ബന്ധമുള്ളവരാണെന്ന് തിരിച്ചടിച്ചു. അതേസമയം രാഷ്ട്രീയ സംഘർഷമല്ലെന്ന നിലപാടിലാണ് പോലീസും ജിതിന്റെ കുടുംബവും. ഇന്നലെ രാത്രി 10:30ഓടെയാണ് പെരുനാട് മടത്തുമൂഴിയിലുണ്ടായ സംഘർഷത്തിൽ CITU പ്രവർത്തകനായ ജിതിൻ കൊല്ലപ്പെട്ടത്. ജിതിന്റെ ബന്ധുവായ അനന്തു അനിലിനെ പ്രതികൾ ഉൾപ്പെട്ട സംഘം തടഞ്ഞുവെച്ച് മർദ്ദിച്ചു. മുൻവൈരാഗ്യമായിരുന്നു ഇതിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനന്തുവിനെ മർദ്ദിക്കുന്നത് തടയാൻ എത്തിയപ്പോഴാണ് സംഘം ജിതിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിഷേധം ഫലം കണ്ടു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഫെബ്രുവരി 28 വരെ ടോൾ പിരിക്കില്ല. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്നു മുതൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം മാറ്റി. പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശവാസികളിൽ നിന്ന് ഫെബ്രുവരി 28 വരെ ടോൾ പിരിക്കില്ലെന്ന് ടോൾ കമ്പനി അറിയിച്ചു. ഈ മാസം 28 നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്നും ഫെബ്രുവരി 17 മുതൽ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. 6 പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും സൗജന്യം തുടരണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. ടോൾ പിരിച്ചാൽ തടയുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് ഫെബ്രുവരി 28 വരെ ടോൾ പിരിക്കില്ലെന്ന് ടോൾ കമ്പനി അറിയിച്ചത്.